ചിലപ്പോൾ ഡാനീഷ് ജെയ്സിൽ എന്റെ ലാസ്റ്റ് വീഡിയോ ആയിരിക്കും കേട്ടോ ഇത്. എനിക്കിപ്പോൾ അങ്ങനെയാണ് തോന്നുന്നത്. എനിക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ ഒരു കാര്യം പറയാനുണ്ട്. ഈ യൂട്യൂബേഴ്സിന്റെ വീഡിയോസ് നിങ്ങൾ കാണുമ്പോൾ ഒരിക്കലും അതിനെ നിങ്ങളുടെ ലൈഫായിട്ട് കമ്പയർ ചെയ്യരുത്. കാരണം ഒരു 1 മിനിറ്റിലോ ഒരു 10 മിനിറ്റ്സിലോ കാണുന്നത് ആയിരിക്കില്ല ഒരിക്കലും അവരുടെ 100% ആയിരിക്കില്ല അവരുടെ ലൈഫ്. പിന്നെ ജീവിതത്തിൽ കാണിക്കുന്നതൊക്കെ എല്ലാരും പറയുന്നതാണ് ഞാൻ ഷൂട്ട് ചെയ്തത്. അതിനെ ആവശ്യമാക്കിയിട്ടുണ്ട്. അപ്പൊ ദേ കണ്ടില്ലേ, മറ്റൊരു ഫാമിലി വ്ളോഗ് കുടുംബം കൂടി പൊളിഞ്ഞിരിക്കുകയാണ്. എന്ത് പറയാനാണ്. അപ്പൊ തെറ്റിപ്പിരിഞ്ഞ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാനീസ് ഡേയ്സിലെ ഡാനിയും അതുപോലെ തന്നെ അശ്വതി എന്ന് പറയുന്ന അച്ചുവും തമ്മിലാണ് ഇപ്പൊ തെറ്റിപ്പിരിഞ്ഞിരിക്കുന്നത്. മടുത്തു, ഇതാണ് എന്റെ ലാസ്റ്റ് വീഡിയോ എന്നും പറഞ്ഞ് അശ്വതി കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം. എന്തായാലും വീഡിയോ അവസാനം വരെ കാണുന്ന ഒരു ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ. ചിലപ്പോൾ ഡാനീഷ് ജെയ്സിൽ എന്റെ ലാസ്റ്റ് വീഡിയോ ആയിരിക്കും കേട്ടോ ഇത്. എനിക്കിപ്പോൾ അങ്ങനെയാണ് തോന്നുന്നത്. എനിക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ ഒരു കാര്യം പറയാനുണ്ട്. ഈ യൂട്യൂബേഴ്സിന്റെ വീഡിയോസ് നിങ്ങൾ കാണുമ്പോൾ ഒരിക്കലും അതിനെ നിങ്ങളുടെ ലൈഫായിട്ട് കമ്പയർ ചെയ്യരുത്. ഒരിക്കലും ഇല്ല. അച്ചു ചേച്ചി ഒരു കാര്യം പറഞ്ഞാൽ അതിന് അപ്പീലുണ്ടോ? കുറച്ചു നേരം മുമ്പ് തന്നെ ഒരു ഫാമിലി വ്ളോഗേഴ്സിന്റെ ജീവിതം കണ്ടിട്ട് ഞാൻ എന്റെ ജീവിതത്തിലേക്ക് അത് പകർത്താനായിട്ട് ശ്രമിക്കുന്ന കാര്യം ആലോചിച്ചതേ ഉള്ളൂ. എന്തായാലും ചേച്ചി പറഞ്ഞാൽ പിന്നെ എങ്ങനെ തള്ളിക്കായാൻ പറ്റും? ചേച്ചിക്ക് എന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട് കേട്ടോ. ചേച്ചി എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ട്. അതിൽ നല്ല സീരിയസ് ആണെന്ന് തോന്നുന്നു. ബാക്കി കൂടെ കേട്ടു നോക്കാം. കാരണം ഒരു 1 മിനിറ്റിലോ ഒരു 10 മിനിറ്റ്സിലോ കാണുന്നത് ആയിരിക്കില്ല ഒരിക്കലും അവരുടെ 100% ആയിരിക്കില്ല അവരുടെ ലൈഫ്. അവരുടെ ലൈഫിൽ നോർമൽ പോലെ തന്നെ എല്ലാ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അല്ല, പറഞ്ഞത് എന്തായാലും നന്നായി. ഈ വീഡിയോയിലൊക്കെ കാണുന്ന പോലെയാണ് നിങ്ങളുടെ ജീവിതം എന്നായിരുന്നു നമ്മൾ ഇതുവരെ കരുതി വെച്ചിരുന്നത്. ഫുൾ ടൈം ഹാപ്പി ആയിട്ട് അടിച്ചു പൊളിച്ച് നടക്കുവാണെന്നല്ലേ ഞാൻ വിചാരിച്ചത്. ചില വീഡിയോസ് ഒക്കെ കാണുമ്പോൾ അസൂയ തോന്നും. പക്ഷെ ചേച്ചി ഇപ്പൊ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് അതൊക്കെ വെറുതെ ആയിരുന്നു. ഒരുപാട് എന്റെ കമന്റ് ബോക്സിൽ തന്നെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. യു ആർ ദ ലക്കിയസ്റ്റ് വൈഫ്, ഇത്രയും ഭാഗ്യം ചെയ്ത വേറെ കുട്ടിയില്ല, എന്ത് ഭാഗ്യവതിയാണ്. ഞാൻ നിങ്ങളുടെ ഒരു കാര്യം ചോദിച്ചോട്ടെ, ജസ്റ്റ് ഒരു ഫുഡ് ഉണ്ടാക്കി തരുന്ന അത് മാത്രമാണോ ഒരു ഹസ്ബൻഡിന്റെ ഡാനി ചേട്ടൻ എന്തിനാ ഇങ്ങനെ വല്ലപ്പോഴും ഫുഡ് ഉണ്ടാക്കി കൊടുത്ത് ചേച്ചീനെ ഇങ്ങനെ പറ്റിക്കുന്നത്? എല്ലാം ചേട്ടന്റെ ചോറിലും സാമ്പാറിലും വീരുന്നവളല്ല ഈ അശ്വതി. ഞാൻ എന്റെ വീട്ടിലാണ് കേട്ടോ ഉള്ളത്. ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ആർക്കും അറിയത്തില്ല. ഞാൻ ഒറ്റയ്ക്കാണ് വീഡിയോ ഷൂട്ട്. ഒറ്റക്കാണോ? സാരമില്ല, ഒറ്റയ്ക്ക് ബാക്കിയും കൂടെ പറഞ്ഞു. ഇത് ഞാൻ പോസ്റ്റ് ചെയ്യണമെന്ന് തീരുമാനിച്ചുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഇതിപ്പം ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്നത് തെറ്റാണോ, ഇങ്ങനൊരു വീഡിയോ തെറ്റാണോ ശരിയാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ ഒരുപാട് ആലോചിച്ച് എനിക്ക് ഇങ്ങനെ ഒരെണ്ണം എടുക്കണം എന്ന് തന്നെയാണ് എനിക്ക് തീരുമാനം. മൈക്ക് ഇല്ലാത്തത് കൊണ്ട് ഹോളിലെ ശബ്ദമൊക്കെ ഇന്ററപ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. മിനിമം എന്റെ പുറത്ത് ഞാൻ റൂമിന്റെ അകത്ത് ഇരിക്കും കേട്ടോ. അപ്പൊ ഞാനിങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ടുള്ള മെയിൻ കാരണം എന്ന് പറയാൻ പറ്റത്തില്ല. എനിക്ക് ആ പോസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ഇങ്ങനെ ഷൂട്ട് ചെയ്യാന്ന് എനിക്ക് തോന്നിയത് ഇപ്പൊ റീസെന്റ് വന്നിട്ടുള്ള വീഡിയോക്കകത്തുള്ള കമന്റ്സ് ആണ്. ഈ വീഡിയോ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയത്തില്ല. കാരണം എന്റെ മൈൻഡ് അത്രയ്ക്ക് ഡിസ്റ്റർബ്ഡ് ആണ്. ഓൾറെഡി എനിക്ക് ഈ ഹോർമോണൽ ചേഞ്ചസിന്റെ ഇതും പിന്നെ എനിക്ക് അല്ലാതെ ഉള്ള ഏട്ടന്റെ സൈഡിൽ നിന്ന് ചെയ്യുന്നത് ഇപ്പൊ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം ഏട്ടന് അത്രയ്ക്ക് അഗ്രസീവ് ആയിക്കൊണ്ടിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. ഈ ഷോപ്പിലെ പ്രഷറാണോ, പിന്നെ ഈ ഷോപ്പൊക്കെ റണ്ണായി വരുന്നതിന്റെ ആണോ, ടയർഡ്നെസിന്റെ ആണോ, എന്താണെന്ന് അറിയത്തില്ല. ഡാനി ചേട്ടന്റെ പ്രഷറും പിന്നെ ദേഷ്യവും ഒന്നും തീർക്കാനുള്ള ഒരു ഉപകരണമല്ല അച്ചു ചേച്ചി. എന്തിനാ ചേച്ചി ഇവനെയൊക്കെ വെച്ചോണ്ടിരിക്കുന്നത്? ഡിവൈസ് ചെയ്ത് കളാ ചേച്ചി. അല്ല പിന്നെ എന്തെങ്കിലും നമ്മളിന്ന് സംസാരിക്കാൻ ചെയ്യുമ്പോൾ അത് ട്വിസ്റ്റ് ചെയ്ത് എന്റെ മണ്ടയ്ക്കാ വരുന്നത്. ചിലപ്പോൾ നമ്മൾ ഭയങ്കര കാമായിട്ടായിരിക്കും സംസാരിക്കുന്നത്. എന്റെ ഫീലിങ്സ് എനിക്ക് കാണിക്കേണ്ടതോ അല്ലെങ്കിൽ എനിക്ക് കാണിക്കാൻ പറ്റുന്നതോ എന്റെ ഹസ്ബൻഡിന്റെ അടുത്തല്ലേ. പക്ഷെ ഞാനിപ്പോ പേടിച്ചിട്ട് എന്റെ ഫീലിങ്സ് ഒക്കെ ഞാൻ ഹൈഡ് ചെയ്ത് എന്റെ മനസ്സിനുള്ളിൽ തന്നെ ഇട്ടേക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്റെ ദേഷ്യം കാണിക്കാൻ ആരുമില്ല. പാവം ചേച്ചിക്ക് ഒരു ദേഷ്യം കാണിക്കാൻ പോലും ആരും ഇല്ലാണ്ടായി പോയല്ലോ. ഒറ്റപ്പെട്ടു പോയല്ലോ പാവം ചേച്ചി. എങ്ങനെ സഹിക്കും ഇത്? എനിക്ക് എന്തെങ്കിലും ഒരു പരിഭവം പറയാൻ അല്ലെങ്കിൽ ഒരു ദേഷ്യം എന്റെ മനസ്സിൽ തോന്നിക്കഴിഞ്ഞാൽ അതൊന്ന് എക്സ്പ്രസ് ചെയ്യാൻ എനിക്ക് പേടിയാ. ഞാൻ അതിങ്ങനെ മനസ്സിനടച്ച് അകത്തിട്ടിങ്ങനെ കൂട്ടി കെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഇങ്ങനൊന്നും ആയിരുന്നില്ല. ഏട്ടനും ഇങ്ങനൊന്നും ആയിരുന്നില്ല. ഇപ്പൊ എന്താണ് എന്നൊന്നും എനിക്ക് ഈവൻ എന്റെ മൈൻഡിൽ എനിക്ക് തോന്നുവാണ് ഓരോന്ന്. ഈ വിളയാണോ, അതെനിക്ക് പറയണോന്ന് എനിക്ക് ബ്ലാക്ക് മാജിക് ആണോ, ചിലപ്പോ നമ്മളെ കൂടെ നിൽക്കും. ശരിക്കും ഇതാണ് സംഭവം. കണ്ണേറായിരിക്കും, കണ്ണ് തട്ടി പോയതാണ്. നിങ്ങളുടെ സ്നേഹവും സന്തോഷവും ഒക്കെ കണ്ട് അസൂയ മൂത്ത് ആരെങ്കിലും വേണമെങ്കിൽ കൂടോത്രം ചെയ്താണോ എന്ന് ആർക്കറിയാം. എന്തായാലും നമുക്കൊരു കുട്ടിച്ചാത്തൻ സേവ അങ്ങ് നടത്തിക്കളയാൻ ചിലപ്പോൾ അത് മാത്രമായിരിക്കും ഒരു പ്രതിവിധിയായിട്ടുണ്ടാവുക. എന്നൊക്കെ ഉള്ളൊരു ടെൻഷനും
ഇതൊക്കെയാണ്. എനിക്ക് ഇങ്ങനെ ഈ റിലേഷൻഷിപ്പ് ഇങ്ങനെ ഒരു കൺസേൺസും ഒരു ഹാപ്പിനെസ്സും ഒന്നും ഇല്ലാതെ ഇങ്ങോട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ഞാൻ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം ഇങ്ങനെ അത്രയും ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ സ്വയം സഫർ ചെയ്ത് മുന്നോട്ട് പോകണോ എന്ന് ഉള്ളതൊരു ക്വസ്റ്റ്യൻ മാർക്കായിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പൊ ഞാൻ ഏട്ടൻ്റെ അടുത്ത് നിൽക്കുന്നതിനും കാട്ടി കൂടുതൽ ഞാൻ എൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. കാരണം ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് സന്തോഷം കിട്ടുന്നുണ്ട്. അവിടെ എൻ്റെ ഫീലിങ്സ് എല്ലാം ഞാൻ ഇങ്ങനെ ഉള്ളിലൊതുക്കി എനിക്ക് പെട്ടെന്ന് ഏട്ടൻ്റെ അടുത്ത് ഇപ്പൊ എന്തെങ്കിലും ചെയ്ത കാര്യങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, എനിക്കൊന്ന് ചോദിക്കണം, അല്ലെങ്കിൽ എനിക്കൊന്ന് ദേഷ്യപ്പെടണം, അല്ലെങ്കിൽ ഈ സൗന്ദര്യ പണക്കൊക്കെ ഇല്ലേ അതുപോലും എനിക്ക് പറ്റുന്നില്ല. അതുപോലും ചെയ്യുമ്പോഴത്തേക്ക് ഏട്ടൻ എനിക്ക് ദേഷ്യപ്പെടുന്ന എക്സ്ട്രീം അങ്ങ് ഇതായിട്ടാണ്. ചില സമയത്ത് ഞാൻ ആലോചിക്കും ഓക്കെ പിന്നെ പ്രഷർ കൊണ്ടായിരിക്കും, ഇങ്ങനെ ഷോപ്പിലെ കാര്യങ്ങളും തിരക്കുകളും കൊണ്ടായിരിക്കും, പിന്നെ ലേറ്റ് നൈറ്റ് ആണല്ലോ ഷോപ്പൊക്കെ അടച്ചിട്ട് വരുന്നത്, അപ്പം ഉറക്കം ഒക്കെ ആവാത്തോണ്ടായിരിക്കും. പക്ഷെ ഒരു തവണയെങ്കിലും ഞാനപ്പോ അങ്ങനെ അങ്ങോട്ട് കൊടുക്കുന്ന എഫേർട്ടിനും അങ്ങോട്ട് ഏട്ടനെ കുറിച്ച് ചിന്തിക്കുന്നതിന്റെ ഒരു 10-1 ഏട്ടൻ എന്നെ കുറിച്ച് ചിന്തിക്കണമെന്ന് എനിക്കൊരാഗ്രഹം കാണത്തില്ലേ, അല്ലെങ്കിൽ എനിക്ക് ഒരു ഇത് കാണത്തില്ലേ? ഏട്ടൻ എങ്ങനെ ഇങ്ങനെ മാറിയെന്ന് എനിക്ക് ഒട്ടും എനിക്ക് അങ്ങോട്ട് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എനിക്ക് മനസ്സ് തുറന്ന് ചിരിച്ചിട്ട് എന്നെ കുറേ ഇനി ഒന്നും വേണ്ട, ഒന്നും നോക്കണ്ട, അങ്ങ് ഡിവേഴ്സിനുള്ള പരിപാടി നോക്ക്, അതാണ് ചെയ്യേണ്ടത്. ഇപ്പൊ അത് മാത്രമാണ് ഏക പ്രതിവിധി. ഇങ്ങനെ സഹിച്ചും ക്ഷമിച്ചും ജീവിക്കേണ്ട ആവശ്യമൊന്നും ചേച്ചിക്കില്ല. കുറേ നാളായി അത് ചിലപ്പോ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള വീഡിയോസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി, എന്നെ അത്ര അറിയാവുന്ന ആർക്കെങ്കിലും മനസ്സിലാവുന്നുണ്ടായിരിക്കും. എനിക്ക് ആരടുത്ത് എനിക്ക് മനസ്സ് തുറന്ന് സംസാരിക്കാൻ ആരുമില്ല, മനസ്സോട് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. ഇതൊക്കെയാണ് എന്റെ മനസ്സിന്റെ പ്രശ്നങ്ങൾ. ഇതിപ്പോ ആരുടെ കയ്യിലാണ് മിസ്റ്റേക്ക് ഒന്നും എനിക്കറിയത്തില്ല. ഇതാണ് എന്റെ പ്രശ്നം. എനിക്ക് സംസാരിക്കാൻ ആരുമില്ല, എന്റേതായിട്ട് എനിക്ക് ആരും ഇല്ലാത്ത പോലെ തോന്നുന്നു. എന്റെ മക്കൾ വലുതായിരുന്നെങ്കിൽ അവരുടെ അടുത്തെങ്കിലും സംസാരിക്കാൻ. എനിക്ക് ഫ്രീ ആയിട്ട് എങ്ങും പോവാൻ പറ്റുന്നില്ല, ഒന്നിനും എന്റേതായ ഒരു കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ഒന്നും പറ്റുന്നില്ല എനിക്ക്. അതൊക്കെയാണ് എന്റെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പൊ ഏട്ടന്റെ സൈഡിൽ നിന്നും ഏട്ടൻ ഇങ്ങനെ കാണിക്കുമ്പോഴത്തേക്ക് എനിക്ക് ഒട്ടും പറ്റുന്നില്ല. ഏട്ടനിപ്പോ ഈ വീഡിയോ കാണുമ്പോൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നതെന്ന് പോലും എനിക്കറിയത്തില്ല. പക്ഷെ എന്തും ഫേസ് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. കാരണം ഞാൻ അല്ലാതെ ഏട്ടൻ്റെ ഡയറക്റ്റ് ആയിട്ട് പറയുന്ന ഏട്ടൻ കേൾക്കുന്നില്ല. ഇങ്ങനെയെങ്കിലും ഏട്ടൻ കേൾക്കട്ടെ. ഗൈസ്, ഇത് കേട്ട് നിങ്ങൾ വിശ്വസിച്ചോ? ഇത് നിങ്ങൾ വിശ്വസിക്കണമെന്നാണ് ആഗ്രഹം. കാരണം എന്റെ വലിയൊരു ആഗ്രഹമാണ് എന്റെ സേട്ടൻ എനിക്ക് പ്രാങ്ക് കൊടുക്കണം, ഒന്ന് ഞെട്ടിപ്പിക്കണം. ഇതിപ്പോ എന്താ സംഭവിച്ചത്? ഇത്ര നേരം കരഞ്ഞോണ്ടിരുന്ന ആള് തിരിച്ചോണ്ട് വന്നേക്കുന്നു. എന്താണ് പെട്ടെന്ന് എന്ത് സംഭവിച്ചത്? അല്ല ഈ പെണ്ണുമ്പിള്ള പ്രാങ്ക് എന്നോ മറ്റോ പറയുന്നത് കേട്ടല്ലോ. അല്ല കുറെ നേരം കരഞ്ഞോണ്ടിരുന്ന ആള് പെട്ടെന്ന് ചിരിക്കുന്നു. ഈ പ്രാങ്ക് എന്ന് പറയുന്നത് വല്ല വട്ടായോ ഇനി? എന്തായാലും ഒന്നും മനസ്സിലാവുന്നില്ല കേട്ടോ, ബാക്കി കൂടെ കാണാം. കാരണം ഏട്ടന് കൊടുക്കുന്ന പ്രാങ്കുകളൊന്നും ഏട്ടൻ ഏൽക്കാറേ ഇല്ല. അപ്പം ഇത് ഞാൻ എന്തായാലും ഏട്ടൻ അയച്ചു കൊടുക്കാൻ പോവാണ്. എന്നിട്ട് ഞാൻ പറയാൻ പോവാണ് ഞാനിത് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യാൻ പോവാണെന്ന്. എന്തായാലും ഏട്ടൻ കൊള്ളാം, ഓരോ ഉടായ്പ കൊണ്ട് ഇറങ്ങിയിരിക്കുകയാണ്. പ്രാങ്ക് ആണത്രേ, ഉളുപ്പുണ്ടോ? അല്ല ഇപ്പൊ ചാനലിൽ റീച്ചും ഒന്നും ഇല്ല, അതുകൊണ്ട് ഈ ചാനൽ ഒന്ന് പൊക്കിക്കൊണ്ട് വരാനായിരിക്കും ഇങ്ങനെ ഉളുപ്പില്ലാത്ത പരിപാടിയൊക്കെ ചെയ്യുന്നത്. ഞാൻ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കണ്ടതിന് ശേഷമാണ് ഇത് റിയാക്ട് ചെയ്യുന്നത്. പ്രാങ്ക് ആണെന്നൊന്നും അറിയാണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ആദ്യം കാണുന്നത്. പിന്നെ കണ്ടു കുറച്ച് വന്നപ്പോഴത്തേക്ക് എന്തോ ഉടായ്പ എനിക്ക് മണത്തിരുന്നു. ആ പറച്ചിലൊക്കെ ഒരു ആർട്ടിഫിഷ്യാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. എന്തായാലും കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഒരു ഫൺ വീഡിയോ എന്നുള്ള രീതിയിൽ ഒരു റിയാക്ട് ചെയ്യാന്ന് വിചാരിച്ച് ഇത് ചെയ്തത്. എന്തായാലും ബാക്കി കൂടെ കാണാം. എനിക്ക് ഉറപ്പാണ്. കാരണം ഞാനിപ്പോ ഓൾറെഡി ഏട്ടൻ്റെ പറയുന്നുണ്ടായിരുന്നു ഈ ഷോപ്പിലേക്ക് പ്രഷർ കാരണം ഇച്ചിരി ദേഷ്യം കൂടുതലാണ്. പിന്നെ ഞാൻ പറയാറുണ്ട് എന്നും എന്റെ അടുത്ത് സംസാരിക്കാനായിട്ട് കുറച്ച് സമയം ഇതാണെന്ന്. അതിപ്പം ഇപ്പൊ തുടങ്ങി തന്നിട്ടുണ്ട്. കാരണം ഇച്ചിരി ലേറ്റ് നൈറ്റ് ഒക്കെ വരുമ്പോഴത്തേക്കും പുള്ളിക്ക് ഉറക്കം വരും, അപ്പൊ കിടന്ന് ഉറങ്ങിയാണ് ചെയ്യുന്നത്. പക്ഷെ ഞാൻ പറയുന്നിട്ടുണ്ട് പോയിട്ട് വരുമ്പോൾ ഞാനിപ്പോ എന്നൊന്നും ഷോപ്പിൽ പാടില്ല, അപ്പം പോയിട്ട് വരുമ്പോഴത്തേക്ക് എനിക്ക് സംസാരിച്ചിട്ട് ഇറങ്ങാനോളാണ്. അപ്പൊ അതൊക്കെ ഞാൻ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇത് വിശ്വസിക്കും എന്നാണ് എന്റെ വിശ്വാസം. നിങ്ങൾ വിശ്വസിച്ചില്ല എന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ ഞാൻ പ്ലാൻ ചെയ്യാൻ പോണത്, ഞാനിപ്പോ എന്റെ വീട്ടിലായിട്ടുള്ളത്, അപ്പൊ ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുമെന്നും പറഞ്ഞ് ഏട്ടൻ അയച്ചു കൊടുക്കും. എന്നിട്ട് അപ്പൊ സ്വാഭാവികമായിട്ടും ഏട്ടനെ വിളിക്കുമല്ലോ. അപ്പൊ ഏട്ടൻ വിളിക്കുമ്പോൾ ഞാൻ പറയും എനിക്ക് ഒന്നും സംസാരിക്കാനില്ല, ഏട്ടൻ നേരിട്ട് വന്ന് സംസാരിക്കും. ഞാൻ ഈ റൂമിൽ ഇങ്ങനെ തന്നെ നിൽക്കും, ഫോൺ എവിടെയെങ്കിലും ഹൈഡ് ചെയ്ത് വെക്കണം. എനിക്ക് ഫോൺ ഇങ്ങനെ വെച്ചാലും മതി, കാരണം ഏട്ടൻ ഇത് ചെയ്യില്ലല്ലോ. ഏട്ടൻ എന്തായാലും വന്നിട്ട് റിയാക്ട് ചെയ്യാൻ ഞാൻ ചെയ്യുന്നു, അടിക്കാൻ ചെയ്യും. അതും കൂടെ ലൈവായിട്ട് അടിക്കത്തൊന്നുമില്ലായിരിക്കും, അടിക്കത്തൊന്നുമില്ല. അപ്പൊ ഏട്ടന്റെ റിയാക്ഷൻ എന്തായാലും നമുക്ക് നോക്കാം. ചിലപ്പോ ഈ ഫോണൊക്കെ വെച്ചേക്കുമ്പോഴത്തേക്ക് ഏട്ടൻ എന്തായാലും മനസ്സിലാവുമായിരിക്കും. അതിന് എന്തായാലും പ്ലാൻ ചെയ്യണം, നന്നായിട്ട് പ്ലാൻ ചെയ്താലേ ഇത് വർക്കൗട്ട് ആവുള്ളൂ. അപ്പൊ റിയാക്ഷൻ എന്തുവാണെന്ന്
വഴിയായി. എന്തായാലും ഇത് വർക്കൗട്ട് ആവുമെന്ന് ചേച്ചി അത് മാത്രം ചിന്തിച്ചാൽ മതി. ഈ പ്രാങ്ക് ഒക്കെ കഷ്ടപ്പെട്ട് ചെയ്തല്ലേ, നമുക്ക് അതും കൂടെ ഒന്ന് കണ്ടിട്ട് വരാം. ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോ എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നത് കേട്ടോ. ഏട്ടൻ എന്നെ വിളിച്ചിട്ട് ഇപ്പൊ എത്തും എന്ന് പറഞ്ഞു. അപ്പൊ ഓൾറെഡി ഞാൻ വിളിച്ചപ്പോഴത്തേക്കും ഈ ഒരു ഫോണല്ലേ ഉള്ളൂ, അതുകൊണ്ട് എനിക്ക് എല്ലാം കൂടെ ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. ആ ഫോണിലാണ് ഏട്ടൻ വിളിക്കുന്നത്, ഈ ഫോണിലാണ് കേട്ടോ ഏട്ടൻ വിളിക്കുന്നത്. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞത് സംസാരിക്കണമെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞ് നേരിട്ട് കണ്ടിട്ട് സംസാരിച്ചാൽ മതി. അപ്പോഴത്തേക്കും എൻ്റെ അടുത്ത് പറഞ്ഞ് നീ റെഡിയായി നിൽക്ക്, നമുക്ക് സംസാരിച്ചിട്ട് നമുക്കങ്ങ് വീട്ടിൽ പോകാമെന്ന്, അതായത് ഏട്ടൻ്റെ വീട്ടിൽ പോകാന്നാ പറഞ്ഞത്. ഏട്ടൻ അതിൻ്റെ ഇടയ്ക്ക് സംസാരിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നു. എന്താ നീ വീഡിയോയിൽ പറഞ്ഞു വെച്ചേക്കുന്നതെന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ച്. എന്നിട്ട് ഞാൻ പക്ഷെ അതിനൊന്നും മറുപടി കൊടുത്തില്ല. ആദ്യം 2 തവണ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല. പിന്നെ 3ാമത്തെ തവണ ഞാൻ കോൾ തന്നെ അറ്റൻഡ് ചെയ്തത്. അപ്പോൾ ഒരു സീരിയസ് ആയിട്ടൊക്കെ തോന്നി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഏട്ടൻ എന്തായാലും എത്തിയെന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും ഇങ്ങോട്ട് വരും, കരൂർ എത്തിയെന്ന് പറഞ്ഞപ്പോൾ എന്തായാലും വരും. ഇപ്പം ഞാൻ റെഡിയായി, ഒരുപാടൊന്നും റെഡി ആവുന്നില്ല. അപ്പൊ വിചാരിക്കും നാച്ചുറൽ അല്ലെന്ന് ഫീൽ ചെയ്താലോ, അതുകൊണ്ട് ഇപ്പൊ എന്തായാലും വരും കേട്ടോ. ഏട്ടൻ ഗേറ്റ് തുറക്കുന്ന ശബ്ദം കേട്ട് കേട്ടോ ഏത് സമയവും കഥ തുറന്ന് കയറി വരും. ഞാൻ കത്തിന്റെ ബാക്കിൽ ഫോൺ വെച്ചിട്ട് എന്റെ ബാഗൊക്കെ വെച്ച് മറച്ചു വെച്ചേക്കും കേട്ടോ. അപ്പം എന്താ റിയാക്ഷൻ നോക്കാം, എനിക്ക് ചിരി വരുമോ. എന്റെ അളിയാ ഏട്ടന്റെ എൻട്രി കണ്ടില്ലേ, എന്ത് സൂപ്പറായിട്ടാ എൻട്രി ചെയ്യുന്നത്. അഭിനയിക്കുവാണെന്ന് പറയത്തേ ഇല്ല. എന്തായാലും തുടക്കത്തിലെ ശബ്ദം കേട്ട് മാത്രം അത് ഏട്ടനാണെന്ന് മനസ്സിലാക്കിയ അച്ചു ചേച്ചി കില്ലാടി തന്നെ. 1/2 കിലോമീറ്റർ മുമ്പ് തന്നെ ചേട്ടൻ വന്നു കഴിഞ്ഞാൽ അത് മണത്ത് കണ്ടുപിടിക്കുന്ന ആളാണ് അച്ചു ചേച്ചി. ഇവരെ തമ്മിലുള്ള ബോണ്ട് നോക്കിയോണേ. ഏട്ടൻ എന്താ പറയാ, ഏട്ടൻ അല്ലാതെ പറഞ്ഞു കഴിഞ്ഞാൽ ഏട്ടൻ കേക്കത്തില്ല. എനിക്ക് കേൾക്കാൻ പോലും അങ്ങനൊന്നുമല്ല. എത്രയോ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ എല്ലാവരും ബിസി തന്നെയാണ്. ഞാൻ ഓവർത്തിങ്ങൊന്നും ചെയ്തതല്ല. എപ്പോ സംസാരിക്കുന്നു എനിക്ക് ഈ ചോദ്യത്തിന് എനിക്ക് കണ്ടില്ലേ, ഏട്ടന്റെ കൈവിരലുകൾ പോലും അഭിനയിക്കുകയാണ്. ലാലേട്ടന് ശേഷം ഇനി ആര് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഡാനി ചേട്ടന് സിനിമയിലൊന്നും ട്രൈ ചെയ്യാൻ വയ്യായിരുന്നോ? നിങ്ങൾ തന്നെയായിരിക്കും അടുത്ത സൂപ്പർ സ്റ്റാർ, ഒരു ഡൗട്ടും വേണ്ട. സംസാരിച്ചാലും ഇങ്ങനെ ഏട്ടൻ എത്രയാണ് പറഞ്ഞിട്ടുണ്ട്, ഒരു 10 മിനിറ്റ് എനിക്ക് വേണ്ടിട്ട് മാറ്റി വെച്ച് ആ ഫോണൊന്ന് മാറ്റി വെച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ഇത് ഞാൻ മസിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന ശരിക്കും ഒരു തമാശ അല്ല. എന്റെ കൊണ്ടുവന്നിട്ട് തമാശയായിട്ട് തോന്നുന്ന ആ വീഡിയോയില് എല്ലാം ഇങ്ങനെ വീഡിയോ ഏട്ടന് ഷെയർ ചെയ്തപ്പോ മാത്രമാണ് ഇതൊരു പ്രശ്നമായിട്ട് തോന്നിയത്. ഇത്രയും നാളുകൊണ്ടും ഒരു പ്രശ്നമായിട്ട് തോന്നിയതേ ഇല്ലേ? എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് പറഞ്ഞാലേ മനസ്സിലാവത്തുള്ളൂ. അതിന് പറയാനുള്ളൊരു അവസരം ഒരു പ്രശ്നം മനസ്സിലാവത്തില്ല. പറയാനുള്ളൊരു അവസരം എനിക്ക് തരണ്ടേ? അത് എന്റെ അടുത്ത് വിളിച്ചിട്ട് പറയണം. കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്റെ അടുത്ത് 10 മിനിറ്റ് സ്പെൻഡ് ചെയ്യാൻ പറയണം. എത്രയോ തവണ ഞാൻ പറഞ്ഞേക്കുന്നത് ഏട്ടൻ നീലമേടെ സമയത്ത് ഇങ്ങനൊന്നും അല്ലായിരുന്നു. എങ്ങനെ എനിക്ക് ആവശ്യത്തിന് ആവശ്യത്തിന് കയറി ഇപ്പൊ ഞാൻ കയറി ഇരുന്നില്ലേ? ഞാൻ നോക്കുന്നില്ലേ നിന്നെ? നീ പറയുന്നൊന്നും ഞാൻ കേൾക്കുന്നില്ലേ? എന്തോ കേൾക്കുന്നില്ല. ഏട്ടൻ എന്ത് സില്ലി ആയിട്ട് ഞാൻ എന്തോട് കേൾക്കുന്നത്? എത്ര ദിവസം ഞാൻ പറഞ്ഞേട്ടാ നമുക്ക് ഒന്ന് നല്ലോണം നമുക്കൊന്ന് സംസാരിക്കാം. എല്ലാ ദിവസവും 10 മിനിറ്റ് എനിക്കായിട്ടൊന്ന് മാറ്റി വെക്കണം. എന്നിട്ട് സംസാരിക്കാം. നമ്മളിപ്പം നമ്മുടെ ഷോപ്പിലും കാര്യങ്ങൾക്ക് നമ്മുടെ ഇതിനൊന്നും മാനേജ് ഒന്നിനെ ഏർപ്പാടാക്കിയിട്ടില്ലല്ലോ. ഞാൻ തന്നെയല്ലേ എല്ലാം നോക്കുന്നത്, വീഡിയോ എടുക്കുന്നത്, എഡിറ്റ് ചെയ്യുന്നതെല്ലാം ഞാനല്ലേ. അപ്പൊ എനിക്ക് എന്റെ കാര്യങ്ങൾ നോക്കിയാലേ പറ്റത്തുള്ളൂ. എല്ലാം കൂടെ നോക്കുമ്പോഴത്തേക്ക് എനിക്ക് എല്ലാം മാനേജ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നിങ്ങളുടെ എന്റെ കൂടെ സപ്പോർട്ട് എനിക്കല്ലേ വേണ്ടത്. ദേഷ്യം ഞാൻ മാറ്റാൻ നോക്കുന്നുണ്ട് മാക്സിമം. ദേഷ്യം മൊത്തത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നം തീരുമ്പോൾ ഒരു പ്രശ്നം വരും. ബിസിനസ് അല്ലേ, ഒരു പ്രശ്നം തീരുമ്പോൾ ഒരു പ്രശ്നം വരും. എപ്പോഴും ഓക്കെ ആയിരിക്കുന്നല്ലോ ഒരാൾ എപ്പോഴും ഓക്കെ. അപ്പൊ നീ അത് ചോദിച്ച് മനസ്സിലാക്കാൻ നിന്റെ കടമ. അപ്പൊ നിന്റെ കാര്യം മാത്രം നീ തിങ്ക് ചെയ്യാതിരിക്കരുത്. എനിക്കൊന്നും ഇതായില്ലാന്ന് പറഞ്ഞ് മാത്രം നീ തിങ്ക് ചെയ്യാതിരിക്കരുത്. എന്റെയും കൂടെ കാര്യം തിങ്ക് ചെയ്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ബിസിനസ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എനിക്ക് എന്തായാലും വീഡിയോ പോസ്റ്റ് ചെയ്യണം. എന്തായാലും പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്താ പോസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഉള്ള കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. നീ ഇപ്പൊ ആവശ്യമുള്ള കാര്യം സംസാരിക്കില്ല. പിന്നെ എന്തോ കൈവെക്കുന്ന അല്ല, പിന്നെ ഒന്ന് കൊടുക്കേട്ട 2 കൂടെ. ഒരു കോപ്പിലെ പ്രാങ്ക്. ഇവളെയൊക്കെ തീറ്റി പോറ്റാൻ വേണ്ടി രാപകലില്ലാതെ അധ്വാനിച്ച് നടക്കുവോ പുള്ളിക്കാരൻ. ആ തിരക്കിനിടയിൽ ഓടി നടക്കുന്ന സമയത്താണ് ഉടായ്പ പ്രാങ്കുമായിട്ട് വന്നിരിക്കുന്നത്. പുള്ളിക്കാരിക്ക് ക്ലിയറിങ് വേണം പോലും. ഏട്ടൻ ജിമ്മനാണ്, അത് മറക്കണ്ട കേട്ടോ ചേച്ചി. അറിഞ്ഞൊന്ന് കെയർ ചെയ്താ ഉണ്ടല്ലോ പിന്നെ പൊടി പോലും കാണത്തില്ല.
പിന്നെ തോന്നുന്നു പോസ്റ്റ് ചെയ്യുന്ന ജീവിതത്തിൽ കാണിക്കുന്നതൊക്കെ എല്ലാരും പറയും. ജീവിതത്തിൽ എന്ത് കാണും ചെയ്യാനെന്തോ പറയുന്നത്. എല്ലാരും ഒന്ന് ഭയങ്കര കമന്റ് ലക്കിയസ്റ്റ് ഗേൾ ഓഫ് ദ വേൾഡ്. നീ പോയി ഇതോടെ മേടിക്കും ആവശ്യമില്ല എന്തൊക്കെയാ സംസാരിച്ചിരുന്നത്. ഉള്ളത് തന്നെയാണ് സംസാരിച്ചതെല്ലാം ഉള്ളത് തന്നെയാണ്. ഇത് എനിക്ക് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഷൂട്ട് ചെയ്തത്. അതിന്റെ ആവശ്യമില്ലാക്കി എടുക്കണം. എപ്പോഴത്തെ കണക്കല്ല കേട്ടാ ഇത്. ഇയാൾക്ക് ആരോഗ്യമുള്ള ഇയാള് ജിമ്മിലൊക്കെ പോയ ആരോഗ്യമുള്ള ആളല്ലേ. ഞാൻ ജിമ്മിൽ പോകുന്നില്ലല്ലോ. ആര് പറഞ്ഞു? ജിമ്മിലൊക്കെ പോയി കുറെ വെയിറ്റ് ആവശ്യമില്ലാതെ ഉപദ്രവിച്ചാലുണ്ടല്ലേ. കടിച്ചെന്താ ഇത്രയൊക്കെ കാണിച്ചിട്ട് വന്നിട്ട് ഞാൻ മാനസികമായിട്ട് ഭയങ്കര ഇതായിട്ടിരിക്കുക. ആവശ്യമില്ലാത്ത ഇതെന്റെ അടുത്ത് പറയരുത്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്തിനാ പറഞ്ഞേ? ആവശ്യമില്ലാത്ത എന്നല്ല, ഉള്ള കാര്യങ്ങൾ തന്നെയാ പറഞ്ഞത്. ഉള്ള കാര്യങ്ങളല്ലാന്നങ്ങ് പറയാവോ? പറയാം. ഞാൻ എത്ര ദിവസമായി ഇവിടെ വന്നിട്ട്. എന്റെ തിരക്ക് അറിയാലോ. അറിയാമല്ലോ. അറിയാമല്ലേ എന്തോ സംസാരിച്ചത്. എന്താ ചിരിക്കുന്നേ? എന്താ ചിരിക്കുന്നേ? എന്തിനാ ചിരിക്കുന്നേ? എന്താ കാര്യം പറ. എന്താ പൊളിഞ്ഞ്? എനിക്ക് ചിരി വന്ന അറിയാത്ത പോലെ ആ ചേട്ടന്റെ നിപ്പൊന്ന് നോക്കിക്കേ. എന്തായാലും ഈ പ്രാങ്കോളികൾക്കൊക്കെ വംശനാശം സംഭവിച്ചെന്ന് കരുതിയതാ. ഇപ്പൊ ഫാമിലി വ്ളോഗേഴ്സിന്റെ സ്ഥിരം പരിപാടിയാണ്. ചാനൽ അങ്ങോട്ട് ഡൗൺ ആയി കഴിഞ്ഞാൽ വളിച്ച പ്രാങ്കുമായിട്ട് ഇങ്ങനെ ഓരോന്ന് വന്നോളൂ. റിയാക്ഷൻ അല്ല പ്രതീക്ഷിച്ചു. എന്തോ കാര്യം എന്തോ ക്യാമറ എടുത്തിട്ടല്ല ചെയ്യുന്നല്ലേ. അതെ ആരെ ചെയ്തത്? ഞാൻ ചുമ്മാ പ്രാങ്ക് വരണമെന്ന് മാത്രം വിചാരിച്ചോളൂ. അങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. ഞാൻ എന്താ ചെയ്ത്? എനിക്കറിയാലോ എന്റെ തിരക്കും കാര്യങ്ങളും. ഞാൻ ഒരുപാട് അതില് പറഞ്ഞതൊക്കെ എനിക്ക് സംസാരിക്കാൻ സമയം കിട്ടുന്നില്ല. ദേഷ്യം ഇതൊക്കെ ഞാൻ എത്ര നാളുകൊണ്ട് പറയുന്നു. എല്ലാ ബിസിനസ് ചെയ്യുന്ന ആളുടെ വൈഫുമാരും അങ്ങനെയാണ്. എല്ലാം അങ്ങനെയാണ്. ആരും അറിഞ്ഞു. എല്ലാരും അങ്ങനെയാണ്. എനിക്ക് പല പല ടെൻഷൻസ് ഉണ്ട്. എന്റെ പല പല കാര്യങ്ങളുണ്ട്. അതെല്ലാം മാനേജ് ചെയ്ത് നീയോടാണ് എന്നെ സപ്പോർട്ട് ചെയ്ത് പോകേണ്ടത്. മനസ്സിലായോ? നീയോട് സപ്പോർട്ട് ചെയ്യുമ്പോ അത് ഓക്കെ ആയിട്ട് വരും. എന്തിനാ എന്റെ അടുത്ത് റെഡിയായി നിൽക്കാൻ പറഞ്ഞു? വീട്ടിൽ പോയി എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടായിരുന്നോ? എന്തെങ്കിലും ഏട്ടത് ഞാൻ ഇങ്ങനെ ഒരു റിയാക്ഷൻ അല്ല പ്രതീക്ഷ. ഞാൻ വിചാരിച്ചിനി വന്നിട്ട് ഞാൻ പറഞ്ഞത് ഞാനിങ്ങനെ എന്തോ എല്ലാം മാനേജ് ചെയ്തോണ്ടിരിക്കും. അപ്പോഴത്തേക്ക് പിന്നെ എന്തിനാ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന. ഞാൻ ഫോണെടു എടുക്ക്. നിങ്ങൾ നീര് വെച്ചേ അവിടെ അയച്ചേക്കുവായിരുന്നല്ലേ. സച്ചിനെ വിദഗ്ധമായിട്ട് പറ്റിച്ചൊന്നുമില്ല. ഏട്ടൻ എനിക്ക് മനസ്സിലായിരുന്നു ഒന്ന്. പക്ഷെ എന്റെ അടുത്ത് പറഞ്ഞ് ഇനി ഞാൻ മുതൽ ഞാൻ ദേഷ്യപ്പെടത്തില്ല എന്നൊക്കെ പറഞ്ഞു. എനിക്കൊന്ന് ആ ഐഡിയ പിന്നെ എന്താണ് എന്തോ ഇംപ്ലാന്റ് ചെയ്തൊന്ന് അങ്ങനെയല്ലേ പറയുന്നത്, ഇംപ്ലിമെന്റ് ചെയ്തതാണ്. എന്റെ അടുത്ത് പറഞ്ഞായിരുന്നു ഇനി മുതൽ ഞാൻ ദേഷ്യപ്പെടത്തില്ല, നിന്റെ അടുത്ത് ഇപ്പൊ കാമായിട്ടേ സംസാരിക്കൂ. പക്ഷെ ഇടയ്ക്ക് മുഖമൊക്കെ മാറി കേട്ടോ. എന്തായാലും പിന്നെ എന്താ, പക്ഷെ ഞാൻ വിചാരിച്ചു ദേഷ്യപ്പെട്ടൊക്കെ സംസാരിക്കും. സത്യം പറയാലോ, അതാണ് അടിക്കും. അങ്ങനെ അങ്ങ് ഒരു മേൽ അവസാനിച്ചിരിക്കുകയാണ്. വല്ലാത്തൊരു പ്രാങ്കായി പോയി. കൂടുതലൊന്നും സംഭവിക്കാഞ്ഞത് ഭാഗ്യം. ഇത്രയും വലിയ പ്രാങ്കൊന്നും വേണ്ടായിരുന്നാലും ചേട്ടാ ചേച്ചി. എന്തായാലും എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. അപ്പൊ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് വെച്ചാൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.